ഓം ശാന്തി. നമ്മളെല്ലാവരും ഏറ്റവും കംഫർട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. വീടിനെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കണം, ഇത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വീടിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കാറില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ബാക്കി വന്നാലും സൂക്ഷിക്കാനായിട്ട് എടുത്തു വയ്ക്കാനോ വേണോ വേണ്ടെന്ന് തിരിക്കാനോ ഒന്നും നേരം ഉണ്ടാവില്ല. സോർട്ടിങ്ങിനൊന്നും ടൈമില്ലാണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എല്ലാം കൂടെ അങ്ങ് എടുത്തു വയ്ക്കും. അത് ചിലപ്പോൾ പേപ്പറായിരിക്കാം, തുണികളായിരിക്കാം, അല്ലെങ്കിൽ പാത്രങ്ങളായിരിക്കാം, പല സാധനങ്ങൾ. നമ്മുടെ വീടിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരക്കുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വീടിനെ ഒന്ന് സ്കാൻ ചെയ്താൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേണ്ടാത്ത സാധനങ്ങൾ കൂട്ടിക്കിടക്കുന്നുണ്ടാവും. ഒരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് കുറവേ ഉണ്ടാവുള്ളൂ, അനാവശ്യമായത് ഒരുപാടുണ്ടാകും. ഇതുപോലെ അത് നമ്മുടെ പുസ്തകത്തിൻ്റെ സ്റ്റോറാണെങ്കിലും ഡ്രസ്സ് വയ്ക്കുന്ന അലമാരയാണെങ്കിലും ഒക്കെ നോക്കിയാലും ഒരുപാട് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ നേരമില്ലാത്തത് കൊണ്ട് കൂട്ടിക്കിടക്കാറുണ്ട്. ആലോചിച്ച് നോക്കൂ, തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും അധ്വാനിക്കുന്നത് വീട്ടിലെ സ്വസ്ഥതയിൽ അനുഭവിക്കാനും ശാന്തിയും സുഖവും നിലനിർത്താനാണ്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം എവിടെയാണോ വേസ്റ്റ് കൂടിക്കിടക്കുന്നത് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവാറില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ശ്രീദേവി ഉണ്ടാവില്ല, പകരം അവിടെ ഇരിക്കുന്നത് ആരായിരിക്കും? മൂദേവി ആയിരിക്കും. ചേട്ടാ ഭഗവതി ഒഴിവാക്കാറൊക്കെ ഇല്ലേ നമ്മൾ? അതായത് നമ്മുടെ ജീവിതത്തിലെ സങ്കല്പങ്ങളിൽ ശുദ്ധി വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ വേസ്റ്റിനെ സമയാസമയങ്ങളിൽ ഒഴിവാക്കിയിരിക്കണം. ദിവസവും അടിച്ചു തുടയ്ക്കണം, വീട്ടിൽ ശുദ്ധമാക്കണം. രാത്രി ചിലപ്പോൾ ഓവർലോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിച്ചണിൽ കയറുണ്ടാവുക. സഹായിക്കാനൊന്നും ആളില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ചിലവരൊക്കെ, എല്ലാവരും സിസ്റ്റർ പറയില്ല, പലവരും ചെയ്യാറുണ്ട്. ഊണ് കഴിഞ്ഞാൽ ആ എച്ചിൽ പാത്രങ്ങളൊക്കെ അവിടെ ഇടും. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞു, അതിന് ക്ലീൻ ചെയ്യാനും ഒക്കെ നാളെ ചെയ്യാം, ഇന്ന് വയ്യാതായി പോയിരിക്കുന്നു. അങ്ങനെ ഏത് അടുക്കളയിലാണോ വേസ്റ്റ് എച്ചിലായ സാധനങ്ങൾ കൂടിക്കിടക്കുന്നത് അവിടെ മഹാലക്ഷ്മി ഇറങ്ങും. ആ എച്ചിൽ കിടക്കുന്ന സമയത്ത് അത് സന്ദർശിക്കാനും അതിനെ ആസ്വദിക്കാനും വന്നു ചേരുന്നത് അശുദ്ധാത്മാക്കളായിരിക്കും. അങ്ങനെ അവരുടെ വിസിറ്റ് എവിടെയുണ്ടോ അവിടെയും അശുദ്ധമായ ഊർജം പകരും. അതുപോലെ നമ്മുടെ ബാത്റൂം ആകട്ടെ, ബാത്റൂമിനെയും നമ്മൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അവിടെയോ അത് ശുദ്ധമായ രീതിയിലില്ലെങ്കിൽ, പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലല്ല ബാത്റൂം, പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയായിരിക്കും ബാത്റൂം. തിരക്ക് കാരണം ബാത്റൂമിനെ പ്രോപ്പറായ രീതിയിൽ ശുദ്ധീകരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായ വൈബ്രേഷൻ നമ്മുടെ ബെഡ്റൂമിനെയും ബെഡ്റൂമിൽ ഉറങ്ങുന്ന നമ്മളുടെ മനസ്സിനെയും അത് ഊർജം വീക്കാവാൻ അല്ലെങ്കിൽ ഊർജം ലീക്കാവാൻ ഒക്കെ കാരണമാവും. അതുകൊണ്ട് ബാത്റൂം ആകട്ടെ, ബെഡ്റൂം ആകട്ടെ, കിച്ചനാകട്ടെ, സ്റ്റോർ റൂം ആകട്ടെ, വീടിൻ്റെ പരിസരങ്ങളാകട്ടെ ഒക്കെ ശുദ്ധമാക്കി വയ്ക്കുക എന്നുള്ളത്, അതിനു വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണോ നമ്മൾ വൃത്തിയായ ഡ്രസ്സ് ധരിക്കുന്നത്, എങ്ങനെയാണോ വൃത്തിയായി കഴുകിയ പ്ലേറ്റിൽ ആഹാരം കഴിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരം വസിക്കുന്ന വീടിനെയും നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കണം. വീടിൻ്റെ ഉള്ളിൽ സന്ധ്യാസമയത്ത് അടിച്ചു തുടച്ചതിന് ശേഷം ചന്ദനത്തിരി കത്തിക്കേ, നെയ്വിളക്ക് കത്തിക്കേ, അല്ലെങ്കിൽ സാമ്പ്രാണി പുകയ്ക്കേ, അങ്ങനെ സുഗന്ധം വീടിനുള്ളിൽ നിറയ്ക്കണം. അതിരാവിലെ അത് എഴുന്നേറ്റ് കഴിയുമ്പോൾ വീട്ടിലൊരു വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കാം, അല്ലെങ്കിൽ സാമ്പ്രാണി പുകയ്ക്കാം. ഇങ്ങനെ സുഗന്ധം കൊണ്ട് നിറയുന്ന ഒരു വീടിനെ നിങ്ങൾക്ക് തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കും, മനസ്സെപ്പോഴും ഉത്സാഹഭരിതരായിരിക്കുന്നതിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ട് കിട്ടും, എപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് വീടിനെ ശുദ്ധമാക്കൂ, പരിസരം ശുദ്ധമാക്കൂ, നിങ്ങൾ സ്വസ്ഥമായിരിക്കൂ. വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ശുദ്ധശക്തികൾ നിറഞ്ഞിരിക്കട്ടെ. ഓം ശാന്തി.